കുട്ടികളെ, CRMൻ്റെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് 3rd ചാപ്റ്ററിലെ സെക്കൻഡ് ടോപ്പിക്കായിട്ടുള്ള ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ് ആണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രണ്ട് ഓഫീസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം അത്തരം ഫ്രണ്ട് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഹോട്ടലിലെ ഫ്രണ്ട് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ അഥവാ മറ്റൊരു പേരിൽ പറഞ്ഞാൽ സെക്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസാണ് ഇന്ന് നമ്മുടെ വിഷയം. ശ്രദ്ധിക്കാം. ഓക്കെ, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ് ഓർ sections. Usually, front office department of a hotel comprises of various subsections, each responsible for particular areas of works. നിങ്ങൾക്കറിയാം, ഫ്രണ്ട് ഓഫീസാണ് ഹോട്ടലിലെ നെർവ് സെൻറ്റർ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കുറിച്ച് ലാസ്റ്റ് ചാപ്റ്ററിലും പഠിച്ചു. ഈ ചാപ്റ്ററിൽ അതിൻ്റെ ഇമ്പോർട്ടൻസും പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം നിങ്ങൾക്കറിയാം, യു നോ ദാറ്റ് ഇറ്റ് ഇസ് ദ ഹേർട്ട് ഓഫ് ദ ഹോട്ടൽ. ഹോട്ടലിലെ ഏറ്റവും ഹൃദയഭാഗം അല്ലെങ്കിൽ നെർവ് സെൻറ്റർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നത് ഫ്രണ്ട് ഓഫീസിനെയാണ്. അത്തരം ഫ്രണ്ട് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും എഫിഷ്യൻ്റായി നടന്നാൽ മാത്രമേ ഗസ്റ്റിന് വീണ്ടും വീണ്ടും അവിടേക്ക് വരാൻ തോന്നുള്ളൂ, അഥവാ ഹോട്ടലിൻ്റെ പ്രവർത്തനം ഏറ്റവും സക്സസ്ഫുൾ ആകുള്ളൂ. സോ ദിസ് സെക്ഷൻ ഹാസ് ടു പെർഫോം ലോട്ട് ഓഫ് ഫങ്ഷൻസ്. ഒരുപാട് ജോലികൾ ഫ്രണ്ട് ഓഫീസിന് കൈകാര്യം ചെയ്യാനുണ്ട്. ഇറ്റ് ഈസ് എ കോർഡിനേറ്റിംഗ് സെക്ഷൻ ഓഫ് ദി ഓൾ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഫ്രണ്ട് ഓഫീസാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ സെക്ഷൻ വെയർ ഗസ്റ്റ് കംസ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ഗസ്റ്റ് മീറ്റ്സ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ ഗസ്റ്റ്. ഗസ്റ്റുമായി നേരിട്ട് ബന്ധമുള്ള ഒരു സെക്ഷൻ ഫ്രണ്ട് ഓഫീസാണ്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യമായി ഹോട്ടലിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിവിധ വാരിയസ് സബ് സെക്ഷനാക്കി തരംതിരിക്കുന്നു. എങ്ങനെ തരംതിരിക്കുന്നത്? ഓരോന്നിനും ഓരോ പ്രത്യേക മേഖല ജോലിയുടെ ഭാരം ഏൽപ്പിക്കുന്നു. വിവിധ ജോലികൾ ഫ്രണ്ട് ഓഫീസിന് കൈകാര്യം ചെയ്യാനുണ്ട്. ആ ജോലികളെ തരംതിരിച്ചുകൊണ്ട് ഓരോന്നും വെവ്വേറെ സെക്ഷനായി മാറുന്നു. അങ്ങനെയാണ് thus the major operations or sections of front office are താഴെ പറയുന്നവ. ഓക്കെ, നമുക്ക് നോക്കാം. റിസർവേഷൻ, രജിസ്ട്രേഷൻ, ഗസ്റ്റ് അക്കൗണ്ടിംഗ്, കാഷ്യറിംഗ്, ട്രാവൽ ഡെസ്ക് ആൻഡ് കൺസ്യൂജ്. These are the 6 important sections of a large hotel, or these are the major operations of a large hotel front office. ഒരു ഹോട്ടൽ ഫ്രണ്ട് ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട സെക്ഷനുകളാണ് നമ്മളിപ്പോൾ കണ്ട 6 പോയിൻറ്റ്സും. ഇവ എല്ലാ ഹോട്ടലുകളിലും നിർബന്ധമായും ഇങ്ങനെ 6 സെക്ഷൻസ് വേണമെന്നില്ല. ഇൻ സ്മോൾ ഹോട്ടൽസ് ഇറ്റ് മേ ബി 2 or 3 സെക്ഷൻസ്. ചെറിയ ഹോട്ടലുകൾ 2 or 3 സെക്ഷനായി മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവരുടെ ജോലി കുറവായിരിക്കും. സ്മോൾ ഹോട്ടലാകുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്പർ ഓഫ് റൂംസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ജോലി ഭാരം കുറവായതുകൊണ്ട് 2 or 3 സെക്ഷനേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇൻ ലാർജ് ഹോട്ടൽസ് ദേ ഹാവ് ടു ഡിവൈഡ് ദെയർ വർക്ക് ഇൻ ടു ഡിഫറെൻറ്റ് സെക്ഷൻസ്. വലിയ ഹോട്ടലുകളിൽ അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കണമെങ്കിൽ അവ വിവിധ രീതിയിൽ തരംതിരിക്കുന്നു. ഓരോ ജോലി ഭാരവും നിർവഹിക്കുന്ന പ്രത്യേക ഏരിയ കൈകാര്യം ചെയ്യുന്ന ഒരു സെക്ഷനാക്കി മാറ്റുന്നു. അങ്ങനെ നോക്കുമ്പോൾ 6 പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഫ്രണ്ട് ഓഫീസിന് കൈകാര്യം ചെയ്യാനുള്ളത്. അവ 6 സെക്ഷനായി തരംതിരിഞ്ഞ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന റിസർവേഷൻ, രജിസ്ട്രേഷൻ, ഗസ്റ്റ് അക്കൗണ്ടിംഗ്, കാഷ്യറിംഗ്, ട്രാവൽ ഡെസ്ക് ആൻഡ് കൺസ്യൂജ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവയുടെ ഓരോന്നിൻ്റെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നാണ്. ഓരോന്നും എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദീസ് സെക്ഷൻസ്? ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റിസർവേഷൻ. റിസർവേഷൻ സെക്ഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബുക്കിംഗ് ഓഫ് റൂംസ് ഇൻ അഡ്വാൻസ്. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതാണ്. ഹോട്ടലിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ റൂമാണ് ബുക്ക് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയുള്ള റൂമുകൾ ബുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ഹോട്ടൽ ഫ്രണ്ട് ഓഫീസിൻ്റെ ഒരു സെക്ഷനാണ് റിസർവേഷൻ. ഓക്കെ, അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ ഗസ്റ്റ്. ഗസ്റ്റിൻ്റെ ആവശ്യപ്രകാരമാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ എന്ത് ചെയ്യുന്നു നോക്കാം നമുക്ക്. ഇറ്റ് റിസീവ് റിക്വസ്റ്റ് ഫ്രം ദ ഗസ്റ്റ്, പ്രോസസ് ആൻഡ് റെക്കോർഡ്സ് ഇറ്റ് പ്രോപ്പർലി ആൻഡ് ഇൻഫോം ദ ഗസ്റ്റ്. ഈ സെക്ഷൻ എന്താ ചെയ്യുന്നത്? ഗസ്റ്റിൻ്റെ അപേക്ഷകൾ
സ്വീകരിക്കുന്നു, പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്യാൻ മീൻസ് അത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുന്നു. ഗസ്റ്റിൻ്റെ അപേക്ഷ സ്വീകരിക്കാൻ പറ്റുമോ, ആ ദിവസം ഇവിടെ റൂം ഒഴിവുണ്ടോ, അവരാവശ്യപ്പെട്ട ഡബിൾ റൂം ആണെങ്കിൽ ആ റൂം ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ സ്യൂട്ട് റൂം ആണെങ്കിൽ ആ പ്രത്യേക ഡേറ്റിൽ December 25th ആണെങ്കിൽ ആ ഡേറ്റിൽ അവരുദ്ദേശിക്കുന്ന സ്യൂട്ട് റൂം ഇവിടെ 2 ഉള്ളൂ, 2ഉം ഫില്ലാണെങ്കിൽ അന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പം മറ്റേതെങ്കിലും റൂം കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ മറ്റേതെങ്കിലും റൂം മതിയോ എന്ന് ചോദിക്കുന്നു. ഇത്തരം പ്രവർത്തനത്തിനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപേക്ഷകൻ നോക്കി അതിനനുസരിച്ച് അത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അക്കാര്യം രേഖപ്പെടുത്തി വെക്കുകയും വേണം. അതാണ് ഇവിടെ പറയുന്നത് റെക്കോർഡ്സ് ഇറ്റ് പ്രോപ്പർലി. വേണ്ട രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് ഇൻഫോം ദ ഗസ്റ്റ്. ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഗസ്റ്റിനെ അറിയിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് റിസർവേഷൻ. റിസീവ് റിക്വസ്റ്റ്, പ്രോസസ് ദ റിക്വസ്റ്റ്, റെക്കോർഡ്സ് ഇറ്റ് പ്രോപ്പർലി ആൻഡ് ഇൻഫോം ദ ഗസ്റ്റ്. അപേക്ഷ സ്വീകരിച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ഗസ്റ്റിൻ്റെ പേര് കൃത്യമായി രേഖപ്പെടുത്തി ഗസ്റ്റിനെ അക്കാര്യം അറിയിക്കുന്നു. ഇത് മാത്രമല്ല, അവർക്ക് മറ്റൊരു ജോലി കൂടിയുണ്ട്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദിസ് റിസർവേഷൻ കറസ്പോണ്ടൻസ്, ഫയൽസ്, ചാർട്ട്, ട്രാക്സ് ആൻഡ് അതർ കമ്പ്യൂട്ടർ റെക്കോർഡ്സ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കറസ്പോണ്ടൻസ്, കത്തിടപാടുകളും, റിസർവേഷൻ കറസ്പോണ്ടൻസ്, ഗസ്റ്റും ഹോട്ടലുമായി നടന്ന കത്തിടപാടുകൾ, ഇന്ന് കത്തുകളായിക്കൊള്ളുന്നില്ല, മെയിലുകളായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഫോൺ കോളുകളായിരിക്കും, എല്ലാം കൃത്യമായി സൂക്ഷിച്ചു വെക്കണം. മെയിലുകൾ സൂക്ഷിച്ചു വെക്കുക, അതായത് മെയിൽ സൂക്ഷിച്ചു വെക്കേണ്ടതില്ല, അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക, ഇന്ന ദിവസം മെയിൽ വന്നു എന്നുള്ള കാര്യം. ഫയലുകൾ സൂക്ഷിച്ചു വെക്കുക. ഇന്ന് പേപ്പർ ഫയലുകൾ ഒഴിവാണ്, എങ്കിലും ആവശ്യമായ രേഖകൾ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുക. ചാർട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി സൂക്ഷിക്കുക. റാക്കുകൾ സൂക്ഷിക്കുക. ആൻഡ് കമ്പ്യൂട്ടർ റെക്കോർഡ്സ്, കമ്പ്യൂട്ടറിലുള്ള എല്ലാ റെക്കോർഡ്സും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ഗസ്റ്റ് ഒരു ദിവസം ഒരു റൂം ബുക്ക് ചെയ്തു, 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു പറഞ്ഞു എനിക്ക് 2 റൂം വേണം എന്ന് പറഞ്ഞ്, അങ്ങനെ നമ്മൾ 2 റൂമാണ് ഗസ്റ്റിന് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ കൃത്യമായി അത് മാറ്റി, ഒന്നല്ല അവരുടെ പേരിൽ 2 റൂമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി അവരുമായി ബന്ധപ്പെട്ട ആ കറസ്പോണ്ടൻസ്, നമ്മളുമായിട്ടുണ്ടായ സംഭാഷണം അല്ലെങ്കിൽ ഇമെയിൽ കാര്യങ്ങളെല്ലാം കൃത്യമായി സൂക്ഷിച്ചു വെക്കണം. അതെല്ലാം റിസർവേഷനുമായി ബന്ധപ്പെട്ട ഫ്രണ്ട് ഓഫീസിലെ മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് റിസർവേഷൻ സെക്ഷനാണ്. അപ്പോൾ ഹോട്ടലിലേക്ക് വരുന്ന അതിഥിയുടെ റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫ്രണ്ട് ഓഫീസിലെ സബ് സെക്ഷനാണ് റിസർവേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് രജിസ്ട്രേഷൻ. Second important function or operation of front office is registration. രജിസ്ട്രേഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായി അറിയാം. യു ആർ ഫെമിലിയർ വിത്ത് ദ ടേം രജിസ്ട്രേഷൻ ബിക്കോസ് ഓഫ് യുവർ രജിസ്ട്രേഷൻ ഇൻ സ്കൂൾസ്. നിങ്ങൾ സ്കൂളിൽ വന്ന് ചേരുമ്പോൾ തന്നെ നിങ്ങളുടെ പേരും അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസും അവിടെ സ്കൂൾ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് ഹോട്ടലിലേക്ക് വരുമ്പോൾ അവരുടെ വിശദാംശങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി, പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സെക്ഷനാണ് രജിസ്ട്രേഷൻ. നമുക്ക് നോക്കാം. ദ പ്രോസസ് ഓഫ് രജിസ്ട്രേഷൻ സെക്ഷൻ ഈസ് ടു റെക്കോർഡ് എ ഗസ്റ്റ് അറൈവൽ ആൻഡ് കൺഫേം ദെയർ പേഴ്സണൽ ഡീറ്റെയിൽസ് ആസ് വെൽ ആസ് ടു സാറ്റിസ്ഫൈ ലീഗൽ റിക്വയർമെൻറ്റ്സ്. അതായത് രജിസ്ട്രേഷൻ സെക്ഷൻ്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് 3 കാര്യങ്ങളിലാണ്. ഒന്ന്, റെക്കോർഡ് ദ ഗസ്റ്റ് അറൈവൽ. ഗസ്റ്റ് വന്നു എന്നുള്ളത് കൃത്യമായി, അറൈവൽ മീൻസ് വന്നു എന്നുള്ളത് കൃത്യമായി റെക്കോർഡ് ചെയ്യുക, രേഖപ്പെടുത്തി വെക്കുക. ഏത് ദിവസമാണ്, ഏത് സമയത്താണ് വന്നതെന്ന് രേഖപ്പെടുത്തി വെക്കുക. ആൻഡ് കൺഫേം ദെയർ പേഴ്സണൽ ഡീറ്റെയിൽസ് മീൻസ് അവരുടെ വ്യക്തിഗതമായ വിശദാംശങ്ങൾ കൺഫേം ചെയ്യുക, ഉറപ്പിക്കുക. എന്താ കൺഫേം എന്ന് പറയാൻ കാരണം? ബിക്കോസ് ദേ മേ ഹാവ് റിസർവ്ഡ്, അവർ മുൻകൂട്ടി റിസർവ് ചെയ്തായിരിക്കും, റൂം ബുക്ക് ചെയ്തിട്ടായിരിക്കും വരിക. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ തന്നെ ഉണ്ട്. അത് തന്നെയാണോ ഇപ്പോൾ അവർ നേരിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അന്ന് എഴുതി വെച്ച ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് നോക്കുന്നത് തന്നെയാണ് കൺഫേം എന്ന് പറയുന്നത്. ചില സമയത്ത് നേരിട്ടും ഗസ്റ്റ് ബുക്ക് ചെയ്യാതെയും ഗസ്റ്റ് വരാറുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും വേണം. എങ്ങനെയാണെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, കൃത്യമായി ശേഖരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രജിസ്ട്രേഷൻ സെക്ഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി. റിസർവ് ചെയ്ത ഗസ്റ്റിൻ്റെ ആണെങ്കിൽ ഇവിടെയുള്ള വിശദാംശങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നു. അല്ല എങ്കിൽ പുതിയതായി വീണ്ടും വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുന്നു. ആസ് വെൽ ആസ് ടു സാറ്റിസ്ഫൈ സർട്ടൻ ലീഗൽ റിക്വയർമെൻറ്റ്സ്. അവിടെ ചില ലീഗൽ റിക്വയർമെൻറ്റ്സ് മീൻസ് നിയമപരമായ ചില നടപടിക്രമങ്ങൾ കൂടിയും
സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്, ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതെന്താണെന്നറിയോ? ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഗസ്റ്റ് ഹോട്ടലിലേക്ക് വരികയാണെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ഗസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ അഥവാ രജിസ്ട്രേഷൻ കാർഡ് ഫില്ല് ചെയ്യുക എന്നുള്ളത്. കാർഡിൽ ഗസ്റ്റിനെ കൊണ്ട് തന്നെ സൈൻ ചെയ്യിക്കണം. ഗസ്റ്റിൻ്റെ സിഗ്നേച്ചർ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇന്ന ദിവസം അവർ വന്നു, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തു, ഒപ്പം ഗസ്റ്റിനെ കൊണ്ട് രജിസ്ട്രേഷൻ കാർഡ്. അത് എല്ലാ ഗസ്റ്റിനും നിർബന്ധമായും 16 വയസ്സിന് മുകളിലുള്ള എല്ലാ ഗസ്റ്റിനെ കൊണ്ടും രജിസ്ട്രേഷൻ കാർഡിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഒപ്പിടിയിക്കണം ഗസ്റ്റിനെ കൊണ്ട് തന്നെ. ഡീറ്റെയിൽസ് ഒക്കെ റിസർവേഷൻ സമയത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാകും, ബട്ട് സിഗ്നേച്ചർ നിർബന്ധമായും ഗസ്റ്റിനെ കൊണ്ട് ചെയ്യിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം, ഇപ്പോൾ ഫോറിൻ ഗസ്റ്റ് ആണ് വരുന്നതെങ്കിൽ അവരുടെ ഒരു പ്രത്യേക ഡോക്യുമെൻ്റ് ഉണ്ട്, സി ഫോം എന്നാണ് നമ്മളതിനെ വിളിക്കും. ആ ഫോം ഫില്ല് ചെയ്യിച്ച് അവരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും വിസ ഡീറ്റെയിൽസും ഒക്കെ അതിൽ കൃത്യമായി രേഖപ്പെടുത്തി അവർ വന്നിട്ട് 24 hours തന്നെ അത് തൊട്ടടുത്ത പോലീസിൽ എത്തിക്കണം ഈ സി ഫോം. അങ്ങനെ ഒരു നിയമപരമായ നടപടി കൂടിയും രജിസ്ട്രേഷൻ സെക്ഷന് കൈകാര്യം ചെയ്യാനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഗസ്റ്റും ഹോട്ടലുമായി നടക്കുന്ന പ്രധാനപ്പെട്ട കോണ്ടാക്ട് രജിസ്ട്രേഷനിലൂടെയാണ്, നേരിട്ട് ഫേസ് ടു ഫേസ് കോണ്ടാക്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് രജിസ്ട്രേഷൻ സെക്ഷൻ നിർവഹിക്കാനുള്ളത്. ഒരു തെളിവാണ്, ഗസ്റ്റ് ഹോട്ടലിൽ താമസിച്ചതിൻ്റെ തെളിവാണ് ഈ രജിസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ചില ലീഗൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ പറഞ്ഞ പോലെ സി ഫോം എന്നുള്ള, ഫോറിനേഴ്സ് വരികയാണെങ്കിൽ സി ഫോം എന്നുള്ള ഫോം ഫില്ല് ചെയ്ത് ഫസ്റ്റ് വന്ന് ജോയിൻ ചെയ്ത് അറൈവ് ചെയ്ത് 24 hours മുമ്പ് തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് അക്കാര്യം അറിയിക്കണം. അപ്പം ഇതൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്തപ്പെട്ട സെക്ഷനാണ് രജിസ്ട്രേഷൻ. ശ്രദ്ധിക്കൂ, ഈ ചിത്രത്തിൽ ശ്രദ്ധിക്കൂ. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഗസ്റ്റിനോട് ഡീറ്റെയിൽസ് ചോദിക്കുന്നു, ഗസ്റ്റ് അവരുടെ ഡീറ്റെയിൽസ് സ്റ്റാഫിന് കൊടുക്കുന്നു. ഓക്കെ, ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്. അപ്പോൾ നമ്മൾ 2 സെക്ഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഒന്ന് ആദ്യത്തേത് ബുക്കിംഗ് അഥവാ റിസർവേഷൻ, രണ്ടാമത്തേത് രജിസ്ട്രേഷൻ. ഗസ്റ്റ് വരുന്ന സമയത്ത് ചെയ്യുന്ന നിയമപരമായ എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്ന സെക്ഷനാണ് രജിസ്ട്രേഷൻ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം, ഗസ്റ്റ് അക്കൗണ്ടിങ്. ശ്രദ്ധിക്കണേ, അക്കൗണ്ടിങ് എന്നുള്ള ടേം നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. വാട്ട് അബൌട്ട് ഗസ്റ്റ് അക്കൗണ്ടിങ്? ഗസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിലേക്ക് വരുന്ന അതിഥികളുടെ എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഗസ്റ്റ് അക്കൗണ്ടിങ് അഥവാ ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് എന്നും നമ്മളിതിനെ വിളിക്കും. ഓക്കെ, നോക്കാം നമുക്ക്. ഗസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എൻ എസെൻഷ്യൽ പ്രോസസ് ടു മോണിറ്റർ ആൻഡ് റെക്കോർഡ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് ഗസ്റ്റ് ഓഫ് എ ഹോട്ടൽ. ഹോട്ടലിലേക്ക് വരുന്ന എല്ലാ അതിഥികളുടെയും ഹോട്ടലുമായി നടക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തുകയും അത് ശ്രദ്ധിക്കുകയും, വെറുതെ രേഖപ്പെടുത്തി വെച്ചാൽ മാത്രം പോരാ, മോണിറ്റർ എന്ന് പറഞ്ഞാൽ വാച്ച് പരിശോധിക്കണം ചെയ്യുന്ന സെക്ഷനാണ് ഫ്രണ്ട് ഓഫീസ് ഗസ്റ്റ് അക്കൗണ്ടിങ് സെക്ഷൻ. ഓക്കെ, മോണിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഇവിടെ തെറ്റുകൂടാതെ രേഖപ്പെടുത്തണം. ഫോർ എക്സാമ്പിൾ 5000 എന്നുള്ളൊരു എമൗണ്ട് ഗസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് എഴുതുന്നത് 500 എന്നാണെങ്കിൽ ഭാരിച്ച നഷ്ടം ഹോട്ടലിനുണ്ടാകും. അപ്പം അത് അത്തരം തെറ്റുകൾ വരാതെ, മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരേ പേരിൽ 2-3 ഗസ്റ്റ്, ഇപ്പം രാജീവ് എന്ന പേരിലുള്ള 2 ഗസ്റ്റ് ഒരേ ദിവസം ഹോട്ടലിലുണ്ടെങ്കിൽ 2 പേരുടെയും ഇനീഷ്യൽ തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ ഒരു രാജീവ് നടത്തിയ ചെലവ് മറ്റു രാജീവിൻ്റെ അക്കൗണ്ടിലേക്ക് മാറിപ്പോവരുത്. അപ്പം ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് പറയുന്നത് മോണിറ്റർ, വാച്ച് ചെയ്യണം, ശ്രദ്ധിക്കണം. ആൻഡ് റെക്കോർഡ് ഇറ്റ് ദ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ ഗസ്റ്റ് ആൻഡ് ദി ഹോട്ടൽ. അതാണ് ഗസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രവർത്തനം. അപ്പം അത് എന്തിനാണിത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായ ഉത്തരം നമുക്ക് പറയാനുണ്ട്. ബിക്കോസ് it is done to ensure that all transactions made by the guest are recorded, monitored, controlled and audited from time to time. ശ്രദ്ധിക്കണേ, ഗസ്റ്റ് അക്കൗണ്ടിങ് നടത്തേണ്ട ആവശ്യമുണ്ടോ? എന്തിനപ്പോൾ റെക്കോർഡൊക്കെ ചെയ്യണേ? അത് അപ്പം തന്നെ പൈസ വാങ്ങിയേ പോരെ? പറ്റില്ല. ബിക്കോസ് യു നോ എ ഗസ്റ്റ് ഇൻ എ ഹോട്ടൽ ഇസ് റിസീവിങ് ക്രെഡിറ്റ് അപ് ടു ദ ടൈം ഓഫ് ഡിപ്പാർച്ചർ. ഒരു ഗസ്റ്റ് ഹോട്ടലിൽ വന്നാൽ പോകുന്നത് വരെ ഗസ്റ്റിന് പണമൊന്നും ഹോട്ടലിൽ കൊടുക്കേണ്ടതില്ല. പോകുന്ന സമയത്ത് മാത്രമേ ഗസ്റ്റിനോട് പണം അടയ്ക്കാൻ ആവശ്യപ്പെടാറുള്ളൂ സാധാരണ. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് വേണം? ഓരോ ട്രാൻസാക്ഷനും, എന്തൊക്കെ ഗസ്റ്റ് ഫുഡ് കഴിച്ചു, ഗസ്റ്റ് സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്തു, ഗസ്റ്റ് റൂം യൂസ് ചെയ്തു,
അങ്ങനെ ജിം ഒരു 2 മണിക്കൂർ യൂസ് ചെയ്തു. അങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ ഗസ്റ്റ് എവിടെയൊക്കെ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ ഓരോ ട്രാൻസാക്ഷനും പരിശോധിക്കുകയും കൃത്യമായി റെക്കോർഡ് ചെയ്യുകയും നിയന്ത്രിക്കുകയും കൺട്രോൾഡ്. എന്തിനാ നിയന്ത്രണം എന്ന് പറയുന്നത്? ബിക്കോസ് സംടൈംസ് ഗസ്റ്റ് മേ സ്റ്റേ ഇൻ ദ ഹോട്ടൽ ഫോർ 2 or 3 months, 2-3 മാസം താമസിക്കുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അവരുടെ ബിൽ എമൗണ്ട് വളരെ പോകുന്ന സമയത്തല്ലേ പണം കൊടുക്കുന്നുള്ളൂ, വളരെ കൂടുന്നുണ്ടാവും. അങ്ങനെ കൂടുമ്പോൾ അതിനൊരു നിയന്ത്രണം വേണം. ഓരോ ഗസ്റ്റിനും ഒരു ക്രെഡിറ്റ് ലിമിറ്റ് എന്നൊക്കെ ഉണ്ട്. ഒരു പരിധി വരെ കടം കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആ ലിമിറ്റിലും അധികമായി പോകുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അതിനെയാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. ആൻഡ് ഓഡിറ്റഡ്, പരിശോധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റുകൾ വരാത്ത രീതിയിൽ കൃത്യമായി രേഖപ്പെടുത്തണം. ഫ്രം ടൈം ടു ടൈം, അപ്പോൾ തന്നെ. എന്തുകൊണ്ടാണ് അപ്പോൾ തന്നെ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ. ഒരു ഗസ്റ്റ് ഹോട്ടലിൽ വന്ന് ഒരാഴ്ചയ്ക്ക് വേണ്ടി റൂം എടുത്ത് താമസിക്കുകയാണ്. പെട്ടെന്നായിരിക്കും ഗസ്റ്റിന് അത്യാവശ്യം ഒരു ബിസിനസ് മാൻ ആണെന്ന് വിചാരിക്കൂ. എന്തെങ്കിലും ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി പെട്ടെന്ന് ചെക്കൗട്ടായി ഇന്ന് തന്നെ മുംബൈയിലേക്ക് എത്തണം. ഇന്നലെ വന്ന ഗസ്റ്റാണ്, നെക്സ്റ്റ് വീക്കേ പോവുള്ളൂ എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. റൂം ഒരാഴ്ചയ്ക്ക് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും ബില്ല് റെഡിയാക്കിയാൽ മതിയോ എന്നായിരിക്കാം നമ്മുടെ സംശയം. പക്ഷെ അങ്ങനെയല്ല. ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്താൽ മാത്രമേ എന്ത് നടക്കൂ? പെട്ടെന്ന് ഗസ്റ്റ് ചെക്കൗട്ട് ആണെന്ന് പറയുന്ന സമയത്ത് ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് പണം ഈടാക്കാൻ പറ്റൂ, അഥവാ ഗസ്റ്റിൻ്റെ ഫൈനൽ ബില്ല് റെഡിയാക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ബില്ലിംഗ് ഷുഡ് ബി ഡൺ ഫ്രം ടൈം ടു ടൈം അറ്റ് ദി സെയിം ടൈം ഓഫ് ഹാപ്പനിങ്. ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ ഉടനെ തന്നെ അതിൻ്റെ അക്കൗണ്ടിങ് കൂടിയും നടത്തിയിരിക്കണം. അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഫ്രണ്ട് ഓഫീസിലെ ഗസ്റ്റ് അക്കൗണ്ടിങ് സെക്ഷനാണുള്ളത്. ഓക്കെ, ദിസ് ഇസ് ദ another important operation of front office guest accounting. Some hotels may have separate section for this, and some hotels may be doing everything by the receptionist. ചില ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് എന്നുള്ള പോസ്റ്റ് തന്നെയായിരിക്കും എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ചില ഹോട്ടലിൽ അതിന് വേറിട്ടൊരു സെക്ഷൻ ഉണ്ടായിരിക്കും. എന്തായാലും ഫ്രണ്ട് ഓഫീസിന് ചെയ്യാനുള്ളത് ഗസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും, ഹോട്ടലിലും ഗസ്റ്റുമായി നടത്തുന്ന എല്ലാ ഇടപാടുകളും അപ്പോൾ തന്നെ രേഖപ്പെടുത്തുക, പരിശോധിക്കുക, നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനുള്ള സെക്ഷനാണ് ഗസ്റ്റ് അക്കൗണ്ടിങ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? ഓക്കെ, അടുത്തതാണ് കാഷ്യറിങ്. കാഷ്യറിങ്, ദ ടേം ഈസ് ഫെമിലിയർ ടു യു. നിങ്ങൾക്ക് അറിയാവുന്ന ടേമാണ് കാഷ്യറിങ്. ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ അക്കൗണ്ടിങ് പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്തതാണ്. ക്യാഷ് കൈകാര്യം ചെയ്യുന്ന സെക്ഷനാണ് കാഷ്യറിങ്. ഓക്കെ, ദിസ് സെക്ഷൻ ഈസ് ചാർജ്ഡ് വിത്ത് ദി റെസ്പോൺസിബിലിറ്റി ഫോർ ക്യാഷ്, ചെക്സ്, ക്രെഡിറ്റ് കാർഡ്സ് ആൻഡ് അതർ ക്രെഡിറ്റ് റിലേഷൻഷിപ്സ് ഇൻ ഹോട്ടൽസ്. ഹോട്ടലിൽ ഇത് കൈകാര്യം ചെയ്യുന്നത് ക്യാഷ് മാത്രമല്ല, ക്യാഷ് ഉണ്ട്, ചെക്ക് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്, ആൻഡ് അതർ ക്രെഡിറ്റ് റിലേഷൻഷിപ്സ്. അതിന് ഉത്തരവാദിത്തമുണ്ട്, റെസ്പോൺസിബിലിറ്റിയാണ്, ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഇവിടെ ക്യാഷ് നിങ്ങൾക്കറിയാം, ചെക്കും നിങ്ങൾക്കറിയാം, ക്രെഡിറ്റ് കാർഡും നിങ്ങൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായും ഗസ്റ്റും ഇന്നത്തെ ആളുകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതർ ക്രെഡിറ്റ് റിലേഷൻഷിപ്സ് മീൻസ് ഗസ്റ്റും ഹോട്ടലുമായി നടത്തുന്ന പല ട്രാൻസാക്ഷൻസും ക്യാഷ് ട്രാൻസാക്ഷൻ ആയിക്കൊള്ളുന്നില്ല. ഗസ്റ്റ് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കമ്പനി തന്ന വൗച്ചറായിരിക്കും ഹോട്ടലിൽ കൊടുക്കുക. ഹോട്ടലിന് പല കമ്പനികളുമായിട്ടും പല ട്രാവൽ ഏജൻസുമായിട്ടും പല ടൂർ ഓപ്പറേറ്റേഴ്സുമായിട്ടും നിരന്തരം കോണ്ടാക്ട്സ് ഉണ്ടായിരിക്കും, നിരന്തരം ഇടപാടുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ട്രാവൽ ഏജൻസ് അല്ലെങ്കിൽ അത്തരം കമ്പനികൾ ഈ ഹോട്ടലിലേക്ക് ഗസ്റ്റിനെ അയക്കുമ്പോൾ അവരുടെ വൗച്ചേഴ്സാണ് കൊടുത്തേക്കുക. ദെൻ അത്തരം റിലേഷൻഷിപ്സിനെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് റിലേഷൻഷിപ്സ്. അപ്പോൾ അത്തരം വൗച്ചേഴ്സ് കൈകാര്യം ചെയ്യണം. ഗസ്റ്റ് പോകുന്ന സമയത്ത് ഒരു പക്ഷേ ട്രാവൽ ഏജൻറ്റിൻ്റെ വൗച്ചർ ആയിരിക്കും ഫ്രണ്ട് ഓഫീസിൽ തരിക. അപ്പോൾ അത് എന്ത് ചെയ്യണം? വെറുതെ വൗച്ചർ വാങ്ങി വെച്ചാൽ പോരാ. ഏത് ഗസ്റ്റ് എന്ന് മുതൽ എന്ന് വരെ താമസിച്ചു എന്നും ഗസ്റ്റ് പോകുന്നതിന് മുമ്പ് ഗസ്റ്റിനെ കൊണ്ട് അത് സൈൻ ചെയ്യിക്കണം. ഇത്തരം ഉത്തരവാദിത്തങ്ങൾ കാഷ്യർക്കാണുള്ളത്, ഫ്രണ്ട് ഓഫീസ് കാഷ്യർക്കാണുള്ളത്. എങ്കിൽ ഇങ്ങനെ കൃത്യമായി ചെയ്താൽ മാത്രമേ ആ കൺസേൺ ട്രാവൽ ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പണം പിന്നീട് വാങ്ങാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന സെക്ഷനാണ് കാഷ്യറിങ്. ഓക്കെ, അപ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ക്യാഷും ചെക്കും ക്രെഡിറ്റ് കാർഡും ക്രെഡിറ്റ് റിലേഷൻഷിപ്സും കൈകാര്യം ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കാം. ദ മെയിൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഹാൻഡിൽ ബൈ ദിസ് സെക്ഷൻ ആർ. അതിനുവേണ്ടി പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ അവർ നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ്? റിസീവിങ് ക്യാഷ് പേയ്മെൻറ്റ്, ക്യാഷ് പേയ്മെൻറ്റ് വാങ്ങുന്നു. വെരിഫൈയിങ്
ചെക്സ്. ചെക്കുകൾ വെറുതെ വാങ്ങി വെച്ചാൽ പോരാ, അത് വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ പരിശോധിക്കണം. അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞതാണോ, അത് കീറിയിട്ടുള്ളതാണോ, എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തിയിട്ടുള്ളതാണോ എന്നൊക്കെ നോക്കണം. വെറുതെ ചെക്ക് വാങ്ങി വെച്ചാൽ പോരാ. ചെക്കിന് കാലാവധി ഉണ്ട്, 3 മാസം മുതൽ 6 മാസം വരെ പല ചെക്കുകൾക്കും. അപ്പോൾ അതിൻ്റെ കാലാവധി ഡേറ്റ് കഴിഞ്ഞതാണോ എന്നൊക്കെ നോക്കണം. ഓക്കെ, അതും കാഷ്യർ സെക്ഷൻ്റെ ഉത്തരവാദിത്തമാണ്. മറ്റൊന്ന് ഇംപ്രിൻറ്റിങ് ആക്സെപ്റ്റഡ് ക്രെഡിറ്റ് കാർഡ്സ്. ക്രെഡിറ്റ് കാർഡ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഏത് കമ്പനികളുടെയാണോ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, ആ കാർഡാണോ ഗസ്റ്റ് തരുന്നത് നോക്കുക. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ ഇംപ്രിൻറ്റ് നടത്തുക. ഇംപ്രിൻറ്റ് മീൻസ് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് വെക്കണം. അതിനൊരു മെഷീൻ ഉണ്ട് ഫ്രണ്ട് ഓഫീസിൽ, അതിലൂടെ ക്രെഡിറ്റ് കാർഡ് കടത്തിവിട്ടാൽ അതിൻ്റെ ഒരു പ്രിൻ്റ് വരും, അതിൻ്റെ നമ്പറൊക്കെ കൃത്യമായി രേഖപ്പെടുത്താനായിട്ട്. അപ്പോൾ മാത്രമേ ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഗസ്റ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം സ്വീകരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് ഇംപ്രിൻറ്റിങ് ആക്സെപ്റ്റഡ് ക്രെഡിറ്റ് കാർഡ്സ്. ഇത്തരം ക്രെഡിറ്റ് കാർഡ് വാങ്ങിയാൽ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് ഗസ്റ്റിൻ്റെ ബില്ലിൻ്റെ കൂടെ വെക്കണം. അത് കാഷ്യറിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഫ്രണ്ട് ഓഫീസ് കാഷ്യറിങ്ങിൻ്റെ മറ്റൊരു പ്രവർത്തനമാണ് ഇംപ്രിൻറ്റിങ് ആക്സെപ്റ്റഡ് ക്രെഡിറ്റ് കാർഡ്സ്. ആൻഡ് ഹാൻഡ്ലിംഗ് ഡ്യൂ ബിൽസ്. ഡ്യൂ ബിൽ എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള ബില്ലിനെയാണ് ഡ്യൂ ബിൽ. ഇനിയും പേയ്മെൻറ്റ് നടത്താതെ ഗസ്റ്റ് പോയി കഴിഞ്ഞു. സാധാരണയായിട്ട് ഗസ്റ്റ് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ പേയ്മെൻറ്റും നടത്തണമെന്നാണ്. ചില സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് റിലേഷൻഷിപ്സ് ഉണ്ടല്ലോ, അത്തരം സന്ദർഭങ്ങളിൽ ഗസ്റ്റ് പോകും, പക്ഷേ ഗസ്റ്റ് തരുന്ന വൗച്ചേഴ്സോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്സും മറ്റുമാണ് ഇവിടെ ഉണ്ടാവുക. ക്രെഡിറ്റ് കാർഡല്ല, ക്രെഡിറ്റ് കാർഡിൻ്റെ സ്ലിപ്പ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കാഷ്യറുടെ ഉത്തരവാദിത്തമാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പണം സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. ഹാൻഡ്ലിംഗ് ഡ്യൂ ബിൽസ്, അത് പ്രത്യേകമായി ആരെയാണോ അത് ഏൽപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തു വെക്കേണ്ടത് എന്നുകൂടിയും കാഷ്യർ നോക്കണം. ക്ലിയർ ആയോ? അപ്പോൾ കാഷ്യറുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ക്യാഷും ചെക്കും ക്രെഡിറ്റ് കാർഡും മറ്റ് ക്രെഡിറ്റ് റിലേഷൻഷിപ്സും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഫ്രണ്ട് ഓഫീസിലുള്ള കാഷ്യർക്ക്. വരുന്ന അതിഥികളുടെ മുഴുവൻ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നുള്ളത്. വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കേണ്ട ഒരു സെക്ഷനാണ് കാഷ്യർ. ഓക്കെ, ദിസ് ഈസ് ദ 4th സെക്ഷൻ ഓഫ് ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ്, കാഷ്യറിങ്. ഇത് മിക്കവാറും ഹോട്ടലുകളിലുള്ള സെക്ഷനാണ് കാഷ്യർ എന്നുള്ള. ചിലപ്പോൾ കാഷ്യറിങ് നമ്മൾ പേര് പറയുന്നത് അതിൻ്റെ പ്രവർത്തനമാണ്, ഓപ്പറേഷനാണ്. സെക്ഷൻ്റെ പേര് കാഷ്യർ എന്നായിരിക്കും. നിങ്ങൾ ബാങ്കുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഹോട്ടൽ ഫ്രണ്ട് ഓഫീസിലും കാഷ്യർ എന്നുള്ള ഒരു സെക്ഷൻ പ്രവർത്തിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ട്രാവൽ ഡെസ്ക്. സിമ്പിളാണ്, നിങ്ങൾക്കറിയാം. ട്രാവൽ ഡെസ്കിൻ്റെ ജോലി എന്തായിരിക്കും? ഗസ്റ്റിന് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒരുക്കുക, അത് തന്നെയാണ്. ട്രാവൽ ഡെസ്ക് സെക്ഷൻ ഹാൻഡിൽസ് ദ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഫോർ ദി hotel guest. So what they do, it arrange city tour, sightseeing etc. to the guest on request. Guest ആവശ്യപ്പെട്ടാൽ, റിക്വസ്റ്റ് ചെയ്താൽ അറേഞ്ച് ചെയ്യുന്നു. എന്താ അറേഞ്ച് ചെയ്യുന്നു? സിറ്റി ടൂർ. സിറ്റിയിലുള്ള അവർ ആ ഹോട്ടലിൽ നിൽക്കുന്ന ടൗണിലവർക്ക് ഒരു ടൂർ നടത്തണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ്, ടാക്സിയോ മറ്റെന്താ അവർക്ക് അറേഞ്ച്മെൻറ്റ് വേണ്ടതെങ്കിൽ അത് അറേഞ്ച് ചെയ്യുന്നു. സൈറ്റ് സീയിങ്, എവിടെയൊക്കെയാണ് നല്ല സൈറ്റ് സീയിങ് ലൊക്കേഷൻസ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അതിനനുസരിച്ച് വണ്ടി, വെഹിക്കിൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഈ സെക്ഷനാണ്. ഫ്രണ്ട് ഓഫീസിൻ്റെ ഈ സെക്ഷനാണ് ട്രാവൽ ഡെസ്ക്. ഗസ്റ്റിൻ്റെ യാത്രാ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ട്രാവൽ ഡെസ്ക്. അത് ഫ്രണ്ട് ഓഫീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സെക്ഷൻ തന്നെയാണ്. അടുത്തത് കൺസിയേർജ് എന്ന് നമുക്ക് വിളിക്കാം. ഇറ്റ്സ് എ സെക്ഷൻ വിച്ച് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദി ഹോട്ടൽ, ഇറ്റ്സ് സർവീസസ്, അമ്യൂണിറ്റീസ്, ദ സിറ്റി, ദ കൺട്രി ആൻഡ് നിയർ ബൈ ബാങ്ക്സ് എക്സെട്ര. ഒരു ഹോട്ടലിലേക്ക് വരുന്ന അതിഥിക്ക് ആ ഹോട്ടലിനെ കുറിച്ചും ആ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന ആ സിറ്റിയെക്കുറിച്ചും ഈ രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ മറ്റ് ബാങ്കുകൾ, മറ്റു സൗകര്യങ്ങൾ, തൊട്ടടുത്തുള്ള ഒരു പക്ഷേ ചാപ്പൽസ്, ടെമ്പിൾസ് ഒക്കെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആവശ്യമായ ഗസ്റ്റിന് ആവശ്യമായ വിവരങ്ങൾ നൽകുന്ന സെക്ഷനാണ് കൺസിയേർജ്. ഓക്കെ, പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഗസ്റ്റിന് എന്തൊക്കെ വിവരങ്ങൾ, ഗസ്റ്റ് ഒരു പുതിയ സ്ഥലത്തേക്കാണ് വരുന്നതെങ്കിൽ ഗസ്റ്റിന് കൂടുതൽ വിവരങ്ങൾ അറിയുന്നുണ്ടാവില്ല ആ സിറ്റിയെ പറ്റി. അപ്പോൾ അതിനെക്കുറിച്ചും, കൂടാതെ ഹോട്ടലിൽ തന്നെ പ്രധാനപ്പെട്ട സേവനങ്ങളും, അമ്യൂണിറ്റീസ് മീൻസ് ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ, ഹോട്ടലിലെ തന്നെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായി എവിടെയാണ്, ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ, അതെങ്ങനെയാണ് പോകേണ്ടത്, അങ്ങനെ എന്തൊക്കെ സംശയങ്ങൾ ഹോട്ടലിൽ
ഇപ്പോൾ രാത്രി എത്ര മണി വരെ ഫുഡ് കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഗസ്റ്റിന് അറിയിക്കുന്നത് കൺസിയർജ് സെക്ഷനാണ്. ഓക്കെ, മറ്റൊരു ജോലി, ഇറ്റ് ഹെൽപ്സ് ദ ഗസ്റ്റ് ഇൻ എയർലൈൻ ബുക്കിംഗ്, പ്ലാനിങ് ഐറ്റിനറീസ് എക്സെട്രാ. ഗസ്റ്റിന് വേണ്ടി എയർലൈൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നു, കൂടാതെ ഐറ്റിനറീസ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നു. ഐറ്റിനററി മീൻസ് ട്രാവൽ പ്ലാൻ ആണ്. ഗസ്റ്റിന് ഒരു യാത്ര നടത്തണമെങ്കിൽ അതിൻ്റെ ഒരു പ്ലാൻ, ടൈം ഷെഡ്യൂൾ, എത്ര സമയം വേണം അവിടേക്ക് പോകാൻ, എങ്ങനെയാണ് പോവുക എന്നുള്ളൊരു പ്ലാനിങ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതിനെയാണ് ഐറ്റിനററി എന്ന് പറയുന്നത്. ഷെഡ്യൂൾ, യാത്രാ ഷെഡ്യൂൾ തയ്യാറാക്കുക. ഓക്കെ, അതിനെയാണ് ഐറ്റിനററി എന്ന് പറയുന്നത്. ഇത് സഹായിക്കുന്നത് കൺസിയർജ് ആണ്. എപ്പോൾ പോകണം, എത്ര സമയം ട്രാവലിംഗ് ഉണ്ട്, എവിടെ നിന്ന് ഫുഡ് കഴിക്കാം, എപ്പോൾ തിരിച്ചു വരാം, ഏത് വെഹിക്കിളാണ് നല്ലത് എന്നൊക്കെ ഉള്ള സജഷൻസ് കൊടുക്കുന്നത് കൺസിയർജ് സെക്ഷനാണ്. ഗസ്റ്റിന് ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് കൺസിയർജ് സെക്ഷനാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ഈ സെക്ഷനെ നമ്മളൊരു പേരിട്ട് വിളിക്കാറുണ്ട്, മാൻ അബൌട്ട് ദ ടൗൺ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മാൻ അബൌട്ട് ദ ടൗൺ. ടൗണിനെ പറ്റിയിട്ടുള്ള മാൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്തരം ഒരു സെക്ഷനാണ് ഫ്രണ്ട് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ്. ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്. ഗസ്റ്റിന് ആവശ്യമായ വിവരങ്ങൾ നൽകുന്ന സെക്ഷനാണ് കൺസിയർജ്. ക്ലിയർ ആയോ? ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന 6ാമത്തെ സെക്ഷൻ. അപ്പോൾ നമ്മൾ 6 സെക്ഷനെ കുറിച്ചാണ്, അത് 6 ഓപ്പറേഷനുകളെ കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഫ്രണ്ട് ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇവയെല്ലാം. ഇവയെല്ലാം കൈകാര്യം ചെയ്യാനായി വേറിട്ട് സബ് സെക്ഷനായി തരംതിരിഞ്ഞാണ് പ്രവർത്തിക്കുന്നത്. സോ ദാറ്റ് ടു എൻഷുവർ ദി എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻ, കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അവയുടെ പേരാണ് റിസർവേഷൻ, രജിസ്ട്രേഷൻ, ഗസ്റ്റ് അക്കൗണ്ടിങ്, കാഷ്യറിംഗ്, ട്രാവൽ ഡെസ്ക് ആൻഡ് കൺസിയർജ്. ഓക്കെ, ഇനി നമുക്ക് അസൈൻമെൻറ്റിലേക്ക് പോവാം. പഠിച്ചതിനെ പറ്റി ചെറിയൊരു അസൈൻമെൻറ്റ് നോക്കാം. നമ്പർ 1, ഡ്രോ എ ചാർട്ട് ഷോയിങ് വേരിയസ് സെക്ഷൻസ് ഓഫ് ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ്. നമ്മളിപ്പോൾ പഠിച്ച വിവിധ സെക്ഷനുകളെ കുറിച്ച് ചെറിയൊരു ചാർട്ട്, നിങ്ങളുടെ ഐഡിയയിൽ ഒരു ചാർട്ട് തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചറെ കാണിക്കുക. ഓക്കെ, ഒന്നുകൂടി ഒരു അസൈൻമെൻറ്റ് കൂടി. ലിസ്റ്റ് ഔട്ട് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ ഫങ്ഷൻസ് ബ്രീഫ്ലി. നമ്മളിപ്പോൾ കണ്ട ഫ്രണ്ട് ഓഫീസിൻ്റെ സെക്ഷനുകളെ കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക, പട്ടിക തയ്യാറാക്കുക. ആൻഡ് എക്സ്പ്ലെയിൻ, വിശദമാക്കുക. വെറുതെ പേര് മാത്രം പോരാ, അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന്, ദെയർ ഫങ്ഷൻസ് ബ്രീഫായിട്ട് മതി, ചുരുക്കിയോ നിങ്ങളുടെ വാക്കുകളിൽ എഴുതിയാൽ മതി. അതേപടി ടീച്ചർ ഇപ്പോൾ പഠിപ്പിച്ചത് അതേപടി എഴുതാനല്ല, മറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, ഏതൊക്കെയാണ് സെക്ഷൻസ്, ആ സെക്ഷൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് എന്ത് ഐഡിയ കിട്ടിയെന്ന് ചുരുക്കി എഴുതിക്കൊണ്ട് നിങ്ങളുടെ കൺസേൺ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ CRMൻ്റെ ക്ലാസ്. ഓക്കെ സ്റ്റുഡൻസ്.